ലേണിംഗിന്റെ എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മക്കളെ. അപ്പൊ നമ്മുടെ ഓണം എക്സാമിനേഷൻ ഇനി ഫിസിക്സിന്റെ ഊഴമാണ് അല്ലേ. അപ്പൊ എല്ലാ മക്കളും ഫിസിക്സ് എക്സാമിനേഷന് വേണ്ടി അടിപൊളി പ്രിപ്പറേഷൻ ആണെന്ന് അറിയാം. ഇനി ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കൊന്നും വേണ്ട മക്കളെ. നമ്മുടെ സൈലത്തിന്റെ ലൈവുകൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരസ്ഥമാക്കാൻ സാധിക്കാൻ ഇപ്പോഴും സമയം നമ്മുടെ വൈകിട്ടില്ല. അപ്പോൾ ലൈവുകൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ചാറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും, കൂളംസ് ലോയും, അതേപോലെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടിയും, അതേപോലെ തന്നെ ഡൈപോളിന്റെ ആക്സിയലും മിക്കറ്റോളിന്റെ ഡെറിവേഷനും, അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സും ഗോസ് സീറവും, ഗോസ് സീറത്തിന്റെ 3 ആപ്ലിക്കേഷനും, ഇലക്ട്രിക് ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വെക്കുമ്പോൾ അത് ആക്ട് ചെയ്യുന്ന ടോർക്കും, ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെ. ഒറ്റ ശാസ്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്തതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇനിയും അവസരമുണ്ട്, പേടിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൂളംസ് ലോ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കുഴപ്പിക്കാൻ സാധ്യതയുള്ള കൂളംസ് ലോയിലെ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ 4 ചാർജുകളാണുള്ളത്, QA, QB, QC, QD. ആ 4 ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ക്വയറിന്റെ 4 കോർണറിലായിട്ട് വെച്ചിരിക്കുന്നു. സ്ക്വയറിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണ്. നമ്മൾ ഒരു 1 മൈക്രോകൂളം ചാർജിനെ അതിന്റെ സെന്ററിൽ വെച്ചിരിക്കുന്നു, സ്ക്വയറിന്റെ സെന്ററിൽ വെച്ചിരിക്കുന്നു. ആ 1 മൈക്രോകൂളം ചാർജിനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ വളരെ മനോഹരമായി ഞാൻ വരച്ചിട്ടുണ്ട്. നോക്കണം, 4 കോർണറിലായിട്ട് 4 ചാർജുകൾ ഇരിക്കുന്നു. 2 മൈക്രോകൂളം, -5 മൈക്രോകൂളം, 2 മൈക്രോകൂളം, -5 മൈക്രോകൂളം. സെന്ററിൽ ഇരിക്കുന്ന 1 മൈക്രോകൂളം ആണ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഫോഴ്സിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൾഷൻ ആയിരിക്കും. റിപ്പൾഷൻ വെച്ചാൽ ഇപ്പൊ ഈ 2 ചാർജ് ഉണ്ട്, 2 പോസിറ്റീവ് ആണ്. ഈ ചാർജിന് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ റിപ്പൾഷൻ ആയതുകൊണ്ട് അങ്ങോട്ടേക്കായിരിക്കും ഫോഴ്സ് വരുന്നത്. ഇനി ഈ ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി അട്രാക്ഷൻ ആണെങ്കിലോ ഓപ്പോസിറ്റ്ലി അല്ലെങ്കിൽ അൺലൈക്ക് ചാർജ് ആണെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ 2 ചാർജ് ആണെങ്കിൽ ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ അല്ലടാ. ഇനി ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയണം. F is equal to നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. F is equal to 1/4πε0. F is equal to 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ, R² ആണ്. Q1 Q2 2 ചാർജുകളാണ്. R എന്ന് പറയുന്ന അവർക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കണം, വളരെ സിമ്പിൾ ആണ്. ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. നിങ്ങൾ നോക്കിയേ, ആദ്യം ഞാൻ ഈ ചാർജ് എടുക്കുന്നു. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, നടുക്കിരിക്കുന്ന പോസിറ്റീവ്. ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം. നമുക്കറിയാം 2 പോസിറ്റീവ് ആണല്ലേ, 1 മൈക്രോകൂളവും 2 മൈക്രോകൂളം 2 പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്കറിയാം റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് F1. ആ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി അടുത്തത് ഈ -5 മൈക്രോകൂളം ഉണ്ടാക്കുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും. ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഉറപ്പാണ്. അവർ അട്രാക്ഷൻ ആയിരിക്കും. ആ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും മക്കളെ, ആ ഫോഴ്സ് ഈ ഇങ്ങോട്ടേക്കായിരിക്കും. ഈ -5 മൈക്രോകൂളം 1 മൈക്രോകൂളത്തിന് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ദാറ്റ് ഈസ് F2 ആണ്. ഇനി അതേപോലെ തന്നെ 2 മൈക്രോകൂളം 1 മൈക്രോകൂളം പോസിറ്റീവ് ചാർജ് ആണ്, റിപ്പൽ ചെയ്യും. അപ്പൊ ആ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഈ -5 മൈക്രോകൂളം 1 മൈക്രോകൂളം പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അവർ തമ്മിൽ അട്രാക്ഷൻ ആണ്. അപ്പൊ ആ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി ദ ബ്യൂട്ടി ഓഫ് ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, F1ഉം F3യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വെച്ചൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ലോജിക്കാണ്. 2 ചാർജുകൾ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1. സെക്കൻഡ് കേസ് എടുക്കുവാണെങ്കിലും 2ഉം 1ഉം തന്നെ. ഡിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതായത് 2 ചാർജ് സെയിം ആണ്. F is equal to Q1 Q2 ഡിവൈഡ് ബൈ R² into K ആണല്ലേ. അപ്പൊ 2 ചാർജുകൾ സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇയാള് ഇവന് കൊടുക്കുന്ന ഫോഴ്സും ദാറ്റ് ഈസ് F1ഉം, ഇനി ഇയാള് ഇവന് കൊടുക്കുന്ന ഫോഴ്സും ദാറ്റ് ഈസ് F3യും ഈക്വൽ ആയിരിക്കും. F1ഉം F3യും ഈക്വൽ ആയിരിക്കും. സിമിലർ വേ -5ഉം 1ഉം ചാർജുകൾ സെയിം ആണ്, ഡിസ്റ്റൻസുകൾ സെയിം ആണ് എങ്കിൽ ഇയാൾ ഇവന് കൊടുക്കുന്ന ഫോഴ്സ് ആയ F4ഉം F2ഉം ഇയാൾ ഇവന് കൊടുക്കുന്ന ഫോഴ്സ് ആയ F4ഉം ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് F2 ഈക്വൽ ടു F3 എങ്കിൽ നമുക്ക് പറയാം F1ഉം F3യും ക്യാൻസൽ ചെയ്ത് പോകും, F2ഉം F4ഉം ക്യാൻസൽ ചെയ്ത് പോകും. എങ്കിൽ മക്കളെ നമ്മൾ പറയുന്നു അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ വെറൈറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ ക്വസ്റ്റ്യൻ ഇട്ട് വരത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഷെയറിംഗ് ആണ് എത്ര വ്യൂ കൗണ്ട് ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നു, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതാണ് പ്രചോദനം. ആ പ്രചോദനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം മക്കളെ, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.